എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനങ്ങളൊന്നും ഒരു കാരണത്തിനും വെറുതെ മുട്ടുകുത്തിയോ ഏത്തമിട്ടോ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ആ സ്റ്റുഡൻസ് കുറഞ്ഞു പോകുമെന്നാണോ ചിന്ത? കുറഞ്ഞുകൊള്ളട്ടെ. നമ്മള് കച്ചവടം നടത്താനല്ലല്ലോ ഇവിടെ ഉള്ളേ. ഇത്രയും നാൾ അതല്ലല്ലോ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ വിദ്യാഭ്യാസം കൊടുത്തത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഡിജോ. സെയിന്റ് തെരേസാസ് പോലെയുള്ള ഒരു കോളേജ്, നഗര മധ്യേ നിലകൊള്ളുന്ന കോളേജ്, ആ പരിസരവും ആ കെട്ടിടവും ഒക്കെ നമ്മൾ ബിസിനസിന് വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്? നമുക്ക് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഇവിടുത്തെ ഈ പൊതു നന്മയെ വളർത്താൻ വേണ്ടി, വിദ്യാഭ്യാസത്തെ വളർത്താൻ വേണ്ടി, നമ്മുടെ പൗരന്മാരെ ബലപ്പെടുത്താൻ വേണ്ടി ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. എന്നിട്ട് നമുക്ക് എന്താണ് ഗുണം അതുകൊണ്ടുണ്ടാകുന്നത്? രണ്ട്, എന്നിട്ട് നമ്മള് വല്ലവരുടെയും ചീത്ത കേൾക്കാനും. ഒന്ന് ആലോചിച്ച് നോക്കൂ. വിദ്യാഭ്യാസം നടത്തേണ്ട ആരുടെ ഉത്തരവാദിത്വം? സഭയുടെ ഉത്തരവാദിത്വം? സർക്കാർ ചെയ്യേണ്ടതല്ലേ? സർക്കാർ ഇതുപോലെ മുതൽ മുടക്കുമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സർക്കാരിന്റെ അവസ്ഥ? ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്താകുമായിരുന്നു കേരളത്തിലെ ഇത്രയധികമുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പണം മുടക്കേണ്ടിയിരുന്നത്? അതിന്റെ സ്ട്രക്ചർ ഇപ്പൊ ചിലര് എയ്ഡഡ് സ്കൂള് പണം മറ്റ് സർക്കാർ തരുന്നുണ്ട് വരുമ്പോഴും അതിന്റെ ബേസിക് ആയിട്ടുള്ള മൂലധനം ചെയ്തിട്ടുള്ള ആരാ? അത് ബിസിനസിന് വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ എന്താ ബിസിനസ് ചെയ്യാൻ അറിയാത്തവരാണെന്നാണോ വിചാരം ക്രൈസ്തവര്? അപ്പോ ഗൗരവമായി ആലോചിക്കേണ്ടത്, നമ്മൾ ഈ സമൂഹത്തിന് ചെയ്യുന്ന നിസ്വാർത്ഥമായ വലിയ 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 സേവനം, ഇത് അംഗീകരിച്ചില്ലേലും കുഴപ്പമില്ല. ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്തിട്ടുള്ളത്. ദയവ് ചെയ്ത് ഞങ്ങൾ ഇതുപോലെ അവഹേളിക്കാതിരുന്നാൽ മതി.